സംഭവങ്ങളാണോ അടിപൊളിയാണ്. സിറ്റിയിൽ നിന്ന് ഇത്ര അടുത്ത് കിടക്കുന്ന പ്ലേസ് ആയിരുന്നോ ഇത്? സിറ്റിയിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സുന്ദരമായ ബീച്ചിലെത്താം കേട്ടോ. അടിപൊളി ബീച്ചാണേ. വിദേശികൾക്കുള്ള പ്രത്യേക പ്ലേസ് ആണ് കേട്ടോ. അവർക്കിങ്ങനെ ആ കസേരയും കട്ടിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അവരുടെ കുടയിൽ നിവർത്തി കട്ടിലൂടെ കിടപ്പുണ്ടാവും. ഇഷ്ടംപോലെ ആൾക്കാരുടെ ഫോട്ടോഷൂട്ടൊക്കെ പ്രകൃതിയായിട്ട് നടക്കുന്ന സ്ഥലമാണ്. നല്ലോണം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി പ്ലേസാണ്. അത്യാവശ്യം വൃത്തിയും അത്യാവശ്യം തിരക്കുള്ള ഒരു നല്ലൊരു ബീച്ച് കേട്ടോ. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് വെറും 30 മിനിറ്റ് യാത്ര ചെയ്താൽ നമ്മളിവിടെ എത്തുന്നതാണ്. ഇവിടെ നിന്നൊക്കെ ഇവർ പണിക്ക് പോകുന്നുണ്ട് കേട്ടോ. കണ്ടാ പഞ്ചിപ്പണി നടക്കുകയാണ്. നാളത്തേക്കുള്ള പ്രിപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ രാത്രി പോകുന്നതായിരിക്കാം. ഒരു കാലത്ത് വിദേശികൾ മാത്രം ഉണ്ടായിരുന്ന ബീച്ചാണ് കേട്ടോ. ഇപ്പോൾ വിദേശികളൊക്കെ വളരെ ഗണ്യമായ രീതിയിൽ കുറഞ്ഞു. ഇപ്പോൾ സ്വദേശികൾ മാത്രമേ ഉള്ളൂ ഈ ബീച്ചിലൊക്കെ. എക്സ്പെക്ട് ചെയ്യാത്ത 1-2 കാഴ്ചകളും കൂടെ ഇവിടെ കാണാൻ പറ്റി കേട്ടോ. ഞണ്ടിനെ മുങ്ങി പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്കത് കാണാൻ പറ്റി. കാണിച്ചു തരാവേ. ഇത് കണ്ടോ, പുറകിൽ കണ്ടോ, ഇത് റിസോർട്ടിൻ്റെ എൻട്രൻസ് ആണ്. ഇതിന് നേരെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ സോമതിര റിസോർട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറിയൊരു മലമുകളിലാണ്. എൻ്റെ റൈറ്റ് സൈഡ് ചൂണ്ടക്കാർക്കൊക്കെ പറ്റിയൊരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. മീൻ അടിക്കുന്നുണ്ട്. ആ പാറപ്പുറത്ത് നിൽക്കുന്ന 4 ചേട്ടന്മാർ ശ്രദ്ധിച്ചോ? മുങ്ങി ഞണ്ടെടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ. കയ്യിലിരിക്കുന്ന ചാക്ക് നിറയെ ഞണ്ടാണേ. ചില ദിവസങ്ങളിൽ തിരയുടെ ആക്രമണം ശക്തമാകുമ്പോൾ തിര പാറയിൽ വന്നിടിച്ച് പത പോലെ വെള്ളം അടിച്ചു പോകുന്നത് കാണാവേ. ആ ദൂരത്ത് കാണുന്നതാണ് ആഴിമല ശിവക്ഷേത്രം. മുൻപെപ്പോഴോ ആഴിമല ശിവക്ഷേത്രത്തിൽ പോയ ശേഷം ക്ഷേത്രത്തിൻ്റെ പിന്നിലൂടെയുള്ള വഴിയിൽ ഇവിടെ എത്തിയതായിട്ടൊരു ചെറിയൊരു ഓർമ്മയുണ്ട്. ഫാമിലിക്ക് കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു സാഹസത്തിന് ഞാൻ മുതിരുന്നില്ല. അങ്ങോട്ട് പിന്നൊരു ദിവസം പോകാം. ഇങ്ങോട്ട് വരുന്ന ഒരു ബീച്ചൊന്നും വൃത്തികേടാക്കാതെ കൊണ്ടുവരുന്ന വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് തന്നെ നോക്കണം കേട്ടോ. കുറേ അധികം സ്ഥലങ്ങളിൽ വേസ്റ്റുകളൊക്കെ കിടപ്പുണ്ട്. അതങ്ങനെ തന്നെ ഇനി അത് ആരും ക്ലീനാക്കൊന്നുമില്ല. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല പറയാൻ. പിന്നെ ഇവിടെ തന്നെ നമുക്ക് പാനിപ്പൂരി കടകളും അങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാവേ. സീ ബ്രീസ് കഫേ വാങ്ങിച്ചു തരാം. സംഭവങ്ങളാണോ അടിപൊളിയാണ്. നല്ല ക്രിസ്പി ഫീലിങ്സ് ആണ്. കാണിച്ചു തരാം. എല്ലാം ഫ്രഷാണ് കേട്ടോ. എല്ലാം അടിപൊളി ഫ്രഷാണ്. സ്ഥലം വന്നിട്ട് നമ്മുടെ സോമതീരം ബീച്ചാണ്. എക്സാക്ട് സ്ഥലം അടിമലത്തുറയാണ് കേട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.